യാഥാർത്ഥ്യമായാൽ ഇടുക്കിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള മറ്റ് അന്തർസംസ്ഥാന പാതകളെ അപേക്ഷിച്ച് കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിൽ എത്താമെന്നതാണ് തേവാരംമെട്ട് തേവാരം റോഡിന്റെ പ്രത്യേകത. ഇതിന്റെ സാധ്യതകൾ വിലയിരുത്തി സിപിഎം തമിഴ്നാട് സംസ്ഥാന നേതൃത്വം. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ബാലഭാരതി എക്സ്-എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള സംഘം തേവാരംമെട്ടിൽ സന്ദർശനം നടത്തി. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ദീർഘനാളത്തെ ആവശ്യമായ തേവാരംമെട്ട് തേവാരം പാതയുടെ സാധ്യതകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് CPIM നേതൃത്വം മേഖല സന്ദർശിച്ചത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ തമിഴ്നാട് MLA-യുമായ കെ ബാലഭാരതിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മേഖലയിൽ സന്ദർശനം നടത്തിയത്. ഹൈറേഞ്ചിലെ മറ്റ് അന്തർസംസ്ഥാന പാതകളെ അപേക്ഷിച്ച് കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിൽ എത്താമെന്നതാണ് ഈ പാതയുടെ പ്രത്യേകതയെന്ന് സംഘം വിലയിരുത്തി. இவர்கள் எல்லோரும் வந்து செல்வதற்கு இப்பொழுது பல கிலோமீட்டர் தூரம் சுற்றி அலைந்து வர வேண்டியிருக்கிறார். இதை சுருக்கமாக்குவதற்கு நீண்ட காலமாக மார்க்சிய கம்யூனிஸ்ட் கட்சி 2 மாநிலங்களினுடைய கமிட்டிகளும் ஒரு மிக முக்கியமான கோரிக்கையை முன்வைத்திருக்கிறார்கள். அதுதான் சாக்கலூத்துமெட்டு என்று சொல்லக்கூடிய தேவாரத்திலிருந்து இந்த கேரளாவினுடைய இந்த ஊராட்சி மன்ற அமைப்பு வரை ஒரு 3.5 கிலோமீட்டர் தூரத்திற்கு சாலை அமைத்து கொடுத்தால் மிகப்பெரிய உதவியாக இருக்கும். നിലവിൽ ബോഡിമെട്ടിൽ നിന്നും വലിയ വളവുകൾ കടന്നു വേണം ബോഡിനായ്ക്കന്നൂരിലെത്താൻ. കൂടാതെ കമ്പംമെട്ടിൽ നിന്നും കമ്പത്തെത്താൻ 12 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കണം. എന്നാൽ നിർദ്ദിഷ്ട പാത യാത്രാദൂരം കുറയ്ക്കും. നേരത്തെ ജീപ്പ് സഞ്ചരിച്ചിരുന്ന പാത ഇപ്പോൾ കുറ്റിക്കാടുകൾ മൂടിയ നിലയിലാണ്. റോഡ് യാഥാർത്ഥ്യമായാൽ കൊച്ചിയും മധുരയും തമ്മിലുള്ള റോഡ് ഗതാഗതം കുറഞ്ഞ ദൂരത്തിൽ സാധ്യമാകും. ഇതിനു പുറമെ നെടുങ്കണ്ടത്തു നിന്നും 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തേനി മെഡിക്കൽ കോളേജിലെത്താം. തമിഴ്നാട് മുഖ്യമന്ത്രിയെയും വനംവകുപ്പ് മന്ത്രിയെയും വിവരം ധരിപ്പിക്കുമെന്നും പാത യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രവർത്തിക്കുമെന്നും സന്ദർശന ശേഷം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കെ ബാലഭാരതി എക്സ്-MLA പറഞ്ഞു. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സജികുമാർ അടക്കമുള്ള CPIM പ്രാദേശിക നേതാക്കളും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.